അടിയന്തരാവസ്ഥക്കെതിരെ വീറോടെ പടപൊരുതിയ പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. ഈ തരത്തിൽ അതിശക്തമായ മർദ്ദനമുറകളെ അതിജീവിച്ച് നാടിനു വേണ്ടി ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനവരെ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു മഹത്തായ ആദർശം അവരുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞത് AKG ആണ്. കണ്ണൂർ ജില്ലയിൽ അവർ പടുത്തുയർത്തി കൊണ്ടുവരുന്ന ചെങ്കോട്ട, നേരത്തെ വൈദ്യുതി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചുവന്ന മണ്ണിൻ്റെ ആ ഒരു തിളക്കം, ചുവന്ന തിളക്കം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം അവരെ പിടികൂടുന്നു. വേറൊരു മാർഗവുമില്ലെന്ന് കണ്ടു ആ ഭയം ജനിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ശാഖയിൽ പോകുന്നത് മരണത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. ഈ ചുവടുവെപ്പിൻ്റെ അവസാനം മരണത്തിലേക്കാണ്. സംഘപ്രവർത്തനം നടത്തുന്നതിൻ്റെ പേരിൽ എനിക്ക് നേരെ വന്നേക്കാവുന്ന ശാരീരികമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയ്ക്ക് അച്ഛൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കണ്ണൂരിൽ സംഘർഷം വ്യാപിച്ചത്. ഇപ്പോൾ 69 വാടിക്കൽ രാമകൃഷ്ണേട്ടൻ്റെ കൊലപാതകം. കണ്ണൂർ ജില്ലയ്ക്ക് സമാനമായി മറ്റൊരു ജില്ലയെ ഭാരതത്തിലുണ്ടായിരുന്നുള്ളൂ. അത് പശ്ചിമ ബംഗാളിലെ മിഡ്നാപൂർ ജില്ലയാണ്. അവിടെയാണ് കോൺഗ്രസിന് വോട്ട് ചെയ്ത 16 യൂത്ത് കോൺഗ്രസ്സുകാരുടെ വലത് കൈപ്പത്തി വെട്ടിമാറ്റിയ സംഭവം ഉണ്ടായത്. അപ്പോൾ ആ കണ്ണൂർ ജില്ലയിൽ അവരുടെ കോട്ട കാക്കണമെങ്കിൽ സംഘത്തിൻ്റെ ശാഖാ പ്രവർത്തനം തടയപ്പെട്ടേ മതിയാകും. തടയപ്പെടണമെങ്കിൽ ഭയം ജനിപ്പിക്കണം. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ ക്രമക്കേടുകൾ സംഭവിക്കാറുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഇവരുടെ സംഘടനാ ശേഷി എത്രത്തോളമുണ്ടോ അത്രയും ശക്തിയുണ്ട് ഈ പറയുന്ന കള്ളവോട്ട് സംവിധാനത്തിന്. ഇന്നാളാണ് ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുക സദാനന്ദ മോശാണ്. എന്ത് വേണം ആ തീരുമാനം നടപ്പിലാക്കുന്നു. കൊല്ലാൻ വേണ്ടിയായിരുന്നു അതോ കാല് വെട്ടുക എന്നുള്ളതായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്? ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ കൊല്ലാൻ കഴിയുമല്ലോ. ഒന്നുകിൽ 2 കാലും വെട്ടിമാറ്റി ചോര വാർന്നൊലിച്ച് മരിച്ചു പോട്ടെ. ഇനി ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ജീവിക്കട്ടെ, വികലാംഗനായി ജീവിക്കട്ടെ. ഒറ്റ ഉത്തരമേ ഉള്ളൂ വായുദ്ധത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെരിയുന്ന ആദർശത്തിൻ്റെ ശക്തി. ഈ 84 മുതൽ 94 വരെയുള്ള ഒരു സംഘ ചുമതലയിലുള്ളൊരു കാലഘട്ടം. അന്ന് എനിക്ക് തോന്നുന്നത് ആ മേഖലകളിൽ എന്തായാലും നല്ലൊരു പ്രതിസന്ധിയും അതിന് ഒരു ആക്രമണ രീതിയിലുള്ള കാര്യങ്ങളും ഭീഷണികളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. എങ്ങനെ അതിനെ തരണം ചെയ്യാൻ കഴിയും? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ 84 മുതൽ സംഘത്തിൽ സജീവമായ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ ഞാൻ 84 ശാഖ തുടങ്ങുന്ന സമയത്ത് ഞാനിപ്പം നേരത്തെ സൂചിപ്പിച്ച ബാലകൃഷ്ണേട്ടനായിരുന്നു മുഖ്യ ശിക്ഷകൻ. അത് കുറച്ച് പ്രായമുള്ള ആളാണ്. പിന്നീട് അവിടെ ആ ശാഖയുടെ മുഖ്യ ശിക്ഷകനായത് ഞാനാണ്. സംഘത്തിൻ്റെ ശാഖാ പ്രവർത്തനം തുടങ്ങി ഒരു 1.5 വർഷം കഴിയുമ്പോൾ 85 ആകുമ്പോൾ ഞാൻ മുഖ്യ ശിക്ഷകനായി. പിന്നീട് ഒരു 4-5 പ്രദേശങ്ങൾ ചേർന്ന മണ്ഡലം എന്നൊരു സംവിധാനം സംഘത്തിനുണ്ട്. മണ്ഡലം, ആ മണ്ഡലത്തിൻ്റെ കാര്യവാഹായി അടുത്ത വർഷം. ചെറിയ പ്രായമാണ്, പക്ഷേ നമുക്ക് കാര്യകർത്താക്കളില്ല. അതുകൊണ്ട് തന്നെ പിന്നെ മണ്ഡലത്തിൻ്റെ ചുമതല വഹിച്ചു. അതിനുശേഷം താലൂക്കിൻ്റെ ചുമതല വഹിച്ചു. ഈ കാലഘട്ടത്തിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അച്ഛനുണ്ട്. അച്ഛൻ എൻ്റെ മുമ്പിൽ ഒരു ശക്തിദുർഗമായി മുമ്പിലുണ്ട്. എന്ന് വെച്ചാൽ സംഘപ്രവർത്തനത്തിന് അനുകൂലമായിട്ടല്ല, സംഘപ്രവർത്തനം നടത്തുന്നതിൻ്റെ പേരിൽ എനിക്ക് നേരെ വന്നേക്കാവുന്ന ശാരീരികമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയ്ക്ക് അച്ഛൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ കാലഘട്ടത്തെ മറികടക്കാൻ കഴിഞ്ഞത്. 1. 2, എനിക്കൊരുപാട് സുഹൃത്തുക്കൾ CPM-നകത്ത് തന്നെ. ഞാൻ അറിയാം, നമുക്ക് ആ പ്രദേശത്തൊക്കെ എൻ്റെ നേരെ നടന്ന ആക്രമണത്തിൽ പ്രതികളായിട്ടുള്ള CPM പ്രവർത്തകരായിട്ട് പോലും ഞാൻ സൗഹൃദത്തിലായിരുന്നു. അവിടെയുള്ള അവരുടെ ഒരു സ്ഥാപനം, എനിക്ക് എൻ്റെ നേരെ ആക്രമണം നടന്ന സ്ഥലത്ത് ഒരു സ്ഥാപനമുണ്ട്, CPIM നിയന്ത്രിക്കുന്ന ഒരു പാൽ സൊസൈറ്റിയുണ്ട്. അവരുടെ ഓഫീസിൽ ഞാൻ പോയിരിക്കാറുണ്ട്. കാരണം അതിൽ പ്രവർത്തിക്കുന്നവരൊക്കെ എൻ്റെ കൂടെ കോളേജിലൊക്കെ പഠിച്ചിരുന്ന ആളുകളാണ്. എൻ്റെ നേരെ ആക്രമണം നടത്താൻ ആവശ്യമായ ആയുധങ്ങളെല്ലാം സൂക്ഷിച്ച ഒരു കടയുണ്ട്, ഒരു തയ്യൽ കട. ആ തയ്യൽ കടയിൽ ഞാൻ പോകാറുണ്ട്. അവിടെയാണ് എൻ്റെ നേരെ ആക്രമണം നടത്താൻ ആയുധങ്ങൾ സൂക്ഷിച്ചതെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. അപ്പോൾ ആ നിലയ്ക്ക് ഇവരൊക്കെ ആയിട്ട് എനിക്ക് സൗഹൃദമുണ്ട്. ആ നിലയ്ക്കുള്ള സൗഹൃദം ഒരു പരിധിവരെ എൻ്റെ നേരെയുള്ള ഈ ആക്രമണത്തിന് ഒരു കാലതാമസം എന്നേ പറയാൻ പറ്റുള്ളൂ, വരുത്തിയിട്ടുണ്ടാകാം. പക്ഷേ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ മണ്ഡൽ കാര്യവാഹ് എന്ന ചുമതല വഹിക്കുന്ന സമയത്ത് മട്ടന്നൂർ പരിസര പ്രദേശങ്ങളിലൊക്കെ CPM-ൻ്റെ സ്വാധീനം, ഏറ്റവും പ്രധാന പരിയാരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തൊക്കെ സംഘത്തിൻ്റെ ശാഖാപ്രവർത്തനം സംഘടിപ്പിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബഹുമാന്യായ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ സ്ഥലം, അയ്യല്ലൂർ എന്ന് പറയുന്ന സ്ഥലം,
ടീച്ചറുടെ ഭർത്താവ് ഭാസ്കരൻ മാഷ് അവിടെ മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയിരുന്നു. ഈ അയ്യല്ലൂർ എന്ന് പറയുന്ന സ്ഥലം CPM-ൻ്റെ ഉരുക്കുകോട്ടയാണ്. ഞാൻ നേരത്തെ പരിയാരം അങ്ങനെ തന്നെയായിരുന്നു. ഈ അയ്യല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ശാഖാപ്രവർത്തനം സംഘടിപ്പിക്കുക. ഞാനന്ന് താലൂക്ക് കാര്യവാഹമായിരുന്നു, മണ്ഡൽ കാര്യവാഹമല്ല താലൂക്ക് കാര്യവാഹമായിരിക്കുമ്പോഴാണ് ആ പ്രദേശത്ത് സംഘപ്രവർത്തനം സംഘടിപ്പിക്കും. നല്ല പ്രവർത്തനമായിരുന്നു. ധാരാളം പ്രവർത്തകർ കോളേജ് വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ ശാഖാപ്രവർത്തനം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവിടെ പോകും. ഒറ്റയ്ക്കല്ല പോവുക, കൂടെ 4-5 പേരൊക്കെ കാണും. അതങ്ങനെ വേണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് ഇതുപോലെ കടകളിലൊക്കെ ആളുകൾ ഇരിക്കും. അവരെന്തെങ്കിലുമൊക്കെ കളിയാക്കൽ വർത്തമാനം ഉണ്ടാവും, ചിലപ്പോൾ ആക്ഷേപങ്ങളുണ്ടാവും. നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല, നമ്മളങ്ങ് പോകും. ഒരിക്കലും പരസ്യമായ റോഡിൽ ഞങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഒരു 10, 20, 30ഓളം CPM പ്രവർത്തകർ അണിനിരന്നൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു അധ്യാപകനാണ് ആ ഒരു അന്തരീക്ഷത്തെ ഒന്ന് ലഘൂകരിച്ചത്. അദ്ദേഹം കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നെ നേരിട്ടറിയാം, എൻ്റെ കൂടെയുള്ള പ്രവർത്തകരെ അറിയാം. അപ്പോൾ ഞങ്ങളെല്ലാവരോടും സ്നേഹമൊക്കെ പങ്കുവെച്ച് അങ്ങനെ അവിടെ നിന്ന് പോരുകയായിരുന്നു. പക്ഷേ അദ്ദേഹം, ഞാനീ പറഞ്ഞ അധ്യാപകനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിൽ ഞങ്ങളുടെ നേരെ ഒരു കയ്യാങ്കളി ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവരുടെ നേതൃത്വത്തിലുള്ള ചിലരൊക്കെ ആയിട്ടുള്ള സൗഹൃദവും അത് നമ്മൾ അനുകൂലമാക്കി എടുത്തു എന്നുള്ളതാണ്. നമ്മൾ അതേപോലെ സംഘർഷാത്മകമായ തരത്തിൽ പ്രതികരിക്കാതെ ഈ നിലയ്ക്ക് കുറച്ച് നയപരമായി സൗഹാർദ്ദപൂർണ്ണമായി ഇടപഴകി തന്ത്രപരമായ ചില സമീപനങ്ങളിലൂടെ അങ്ങനെ മുന്നോട്ടേക്ക് പോയി എന്നുള്ളതാണ്. ഈ കണ്ണൂരിൻ്റെ ഒരു ചരിത്രത്തിൽ ഈ സംഘർഷം അത്രയും വളരെ ഒരു അതിഭയങ്കരമായ ഒരു അവസ്ഥയിലേക്ക് സംഘർഷം പോകുന്നത് എനിക്ക് തോന്നുന്നത് 80കളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അന്ന് തന്നെ പല വിധത്തിലുള്ള കൂടിയാലോചനകളും സർവകക്ഷി യോഗങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ സർവകക്ഷി യോഗങ്ങൾ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തേക്ക് അടുത്ത ആക്രമണം നടക്കുന്നൊരവസ്ഥയായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു വലിയ ആക്രമണങ്ങളിലേക്ക്, വലിയ സംഘർഷത്തിലേക്ക് ഇത് മാറാൻ കാരണമായത്? സംഘത്തിൻ്റെ പ്രവർത്തനം ശക്തമായതാണോ? അതാണ്. അപ്പോൾ നമ്മൾ സംഘർഷ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ കാരണം വ്യക്തമാകും. പിന്നെ കണ്ണൂരിൽ സംഘർഷം വ്യാപിച്ചത് ഇപ്പോൾ 69 വാടിക്കൽ രാമകൃഷ്ണേട്ടൻ്റെ കൊലപാതകം, അതാണ് ആദ്യത്തെ കൊലപാതകം. കണ്ണൂർ ജില്ലയിൽ സംഘപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നടന്ന ആദ്യ കൊലപാതകം. അതിനുശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നുള്ള നിലയ്ക്കാണ്. കാരണം സംഘപ്രവർത്തനം അത്ര വ്യാപകമായിരുന്നില്ല. എവിടെയൊക്കെയാണോ ശക്തിപ്പെട്ട് വന്നിരുന്നത് അവിടെയൊക്കെ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഈ വാടിക്കൽ രാമകൃഷ്ണൻ്റെ കൊലപാതകത്തിന് ശേഷം പിന്നീട് തലായി ഭാഗത്താണ്, തീരപ്രദേശമാണ്. തലായി ഭാഗത്ത് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സഹോദരങ്ങൾ ധാരാളം പേര് സംഘത്തിൻ്റെ പ്രവർത്തകരായിട്ട് വളർന്നു വന്നു. പിന്നീട് അവിടെയാണ് സംഘർഷം ഉണ്ടായത്. അവിടെ സതീശേട്ടൻ എന്നൊക്കെ പറയുന്ന ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സംഘത്തിൻ്റെ ജില്ലാ ചുമതലയുള്ള ആളായിരുന്നു കരിമ്പിൽ സതീശൻ എന്ന പേരുള്ള. ആ കേസിൽ കോടിയേരി ബാലകൃഷ്ണൻ പ്രതിയാണ്. വാടിക്കൽ രാമകൃഷ്ണേട്ടൻ്റെ കേസിൽ കോടിയേരി ബാലകൃഷ്ണൻ പ്രതി ചേർക്കപ്പെട്ടിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹത്തിന് 16 വയസ്സ് തികയാത്തത് കാരണം പ്രതിപ്പട്ടികയിൽ നിന്നും മാറി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിൽ പ്രതിയായിരുന്ന ഒരാൾ, മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സംഭവങ്ങളുണ്ടാവും. പിന്നീട് ഇത് വ്യാപകമായത് വായുജിത്ത് പറഞ്ഞതുപോലെ ഈ 80കളിലാണ്. അതായത് അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം. അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? അടിയന്തരാവസ്ഥക്കെതിരെ വീറോടെ പടപൊരുതിയ പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. ഇതേ സമയത്ത് വിപ്ലവ പ്രസ്ഥാനമെന്ന് മേനി നടിച്ചിരുന്ന സംഘടന, മാർക്സിയൻ സംഘടന അല്ലെങ്കിൽ യുവജന സംഘടന, അടിയന്തരാവസ്ഥക്കെതിരെ എടുത്തു പറയാവുന്ന ഒരു പ്രകടനം നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ അതേ സമയത്ത് നാമമാത്രമായ സ്വാധീനം മാത്രമുണ്ടായിരുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം ഒരു 10 പേര് 15 പേര് വീതമുള്ള സത്യാഗ്രഹികളെ തയ്യാറാക്കി പൊതുവിൽ സമരം സംഘടിപ്പിക്കുകയാണ്. ആ സമരത്തിന് നേരെ പോലീസുകാർ നടത്തിയ ക്രൂരമായ വേട്ട ഇത് പൊതുസമൂഹം കാണുകയാണ്. അപ്പോൾ വിപ്ലവ വീര്യമുള്ള അല്ലെങ്കിൽ ഈ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ പ്രതികരിക്കണം എന്ന് തോന്നുന്ന ധാരാളം ആളുകൾ സംഘത്തിൻ്റെ അനുഭാവികളായി മാറുന്നു. ഇവർ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ AKG തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ജയിലിൽ അദ്ദേഹം കഴിയുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പ്രവർത്തകരുമായുള്ള സമ്പർക്കത്തിലൂടെയൊക്കെ അതിനെയൊക്കെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ തരത്തിൽ അതിശക്തമായ മർദ്ദനമുറകളെ അതിജീവിച്ച് നാടിനു വേണ്ടി ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനവരെ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു മഹത്തായ ആദർശം അവരുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞത് AKG ആണ്. AKGക്ക് അത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AKGയുടെ അനുയായികളായ ധാരാളം ആളുകൾ ആ സത്യം തിരിച്ചറിഞ്ഞു. ഈ പറയുന്ന കൊടിയ മർദ്ദനങ്ങളെ അവഗണിച്ചുകൊണ്ട് നാടിനു വേണ്ടി പടപൊരുതാൻ ഒരു സമൂഹം തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിനവരെ പ്രേരിപ്പിക്കുന്ന ശ്രേഷ്ഠമായ എന്തൊക്കെയോ അവരുടെ ഉള്ളിലുണ്ട്. സ്വാഭാവികമായും
ആ വിലയിരുത്തൽ സംഘത്തോടുള്ള അടുപ്പമായി മാറുന്നു. ചിലരെങ്കിലും സംഘത്തിൻ്റെ ശാഖയിൽ വരാൻ തയ്യാറാകുന്നു. ചില പ്രദേശങ്ങളിൽ തന്നെ ഒന്നടങ്കം ചെറുപ്പക്കാർ സംഘശാഖയിലേക്ക് വരാൻ ശാഖ തുടങ്ങണം എന്ന് പറഞ്ഞ് സംഘത്തിൻ്റെ ആളുകളെ സമീപിക്കുന്നു. അങ്ങനെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വ്യാപകമായ തരത്തിൽ കണ്ണൂർ ജില്ലയിൽ ശാഖ തുടങ്ങുകയാണ്. ആരാണ് ശാഖയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? ബീഡി തെറുപ്പുകാരായിട്ടുള്ള സഖാക്കൾ പോകുന്നു, കല്ലുവെട്ട് തൊഴിലാളികളായ സഖാക്കൾ പോകുന്നു, മത്സ്യത്തൊഴിലാളികളായ സഖാക്കൾ പോകുന്നു, കർഷകരായ സഖാക്കൾ പോകുന്നു. ധാരാളം പേര് ഒളിച്ചും പാത്തും പതുങ്ങിയും ഒക്കെ ആണെങ്കിലും RSS തരക്കേടില്ല എന്ന് പറയുന്നു. ഇത് CPM-നെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന പ്രതിഭാസമാണ്. കണ്ണൂർ ജില്ലയിൽ അവർ പടുത്തുയർത്തി കൊണ്ടുവരുന്ന ചെങ്കോട്ട, നേരത്തെ വൈദ്യുതി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചുവന്ന മണ്ണിൻ്റെ ആ ഒരു തിളക്കം, ചുവന്ന തിളക്കം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം അവരെ പിടികൂടുന്നു. അതിനെ മറികടക്കാൻ എന്താണ് മാർഗം? ആശയപരമായിട്ട് സാധിക്കില്ല. പിന്നെന്താണ് മാർഗം? പിന്നെയുള്ള മാർഗം ഇത് തന്നെ. ശാഖയിൽ പോകുന്നവരെ ഭീഷണിപ്പെടുത്തുക, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ കണ്ണൂരിലൊക്കെ പറയുന്ന പ്രയോഗമുണ്ട്, മാന്തിപ്പറി എന്ന് വെച്ചാൽ വലിയ തോതിൽ രക്തച്ചൊരിച്ചിലൊന്നുമില്ല, പക്ഷെ മാന്തിപ്പറി ഉണ്ടാവും. പിടിച്ച് തള്ളും, കളിയാക്കലുണ്ടാവും, നമ്മളെ കാണുമ്പോൾ കാർക്കിച്ച് തൂപ്പും. ഇതൊക്കെ ഞാനും കുറേ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ 2-3 പേര് കൂടി നിൽക്കുന്നുണ്ടാവും സഖാക്കൾ, അവർ കാർക്കിച്ച് എന്നുള്ള നിലയ്ക്ക് കാർക്കിച്ച് തുപ്പുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു നികൃഷ്ട ജന്മങ്ങൾ എന്നുള്ള തരത്തിൽ മാനസികമായി നമ്മളെ പിന്തിരിപ്പിക്കാനാണ്. അപ്പം ഇങ്ങനെയുള്ള സകല പ്രയോഗങ്ങളും നടത്തും. ഇതിലൊന്നും വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെ വേറെ മാർഗമൊന്നുമില്ല, അക്രമം നടത്തുകയാണ്. അങ്ങനെ അക്രമം ഉണ്ടാവുന്നത് അങ്ങനെയാണ്. അത് ഒരു പരമ്പരയായി മാറുന്നത് ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വ്യാപകമായ തോതിൽ സംഘശാഖകൾ തുടങ്ങുകയും സംഘത്തിലേക്ക് ധാരാളം ആളുകൾ വരികയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതിനെ തടയിടാൻ ഭയപ്പെടുത്തുക, വേറൊരു മാർഗവുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഭയം ജനിപ്പിക്കാൻ വേണ്ടിയാണ് ചോരക്കളി വ്യാപകമാവുന്നത്. അങ്ങനെ ശാഖയിൽ പോകുന്നത് മരണത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. ഈ ചുവടുവെപ്പിൻ്റെ അവസാനം മരണത്തിലേക്കാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പലരും അങ്ങനെ പിന്തിരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ണൂർ ജില്ലയിൽ എനിക്ക് പറയാൻ സാധിക്കും, എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇന്നിപ്പോൾ പാർട്ടിക്ക് BJPക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയാവട്ടെ, തൃശ്ശൂർ ജില്ലയാവട്ടെ, കാസർഗോഡ് പാലക്കാട് ജില്ലകളാവട്ടെ, ഒരു പക്ഷേ ഇതിനേക്കാളൊക്കെ സ്വാധീനം കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ സംഘപ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു. എങ്ങനെ? ഈ പറയുന്ന സംഘർഷം ഉണ്ടായിരുന്നില്ലെങ്കിൽ. ഇത് മുൻകൂട്ടി കണ്ടവരാണ് CPM-ൻ്റെ ആളുകൾ. കണ്ണൂർ ജില്ലയെ അവർ കണക്കാക്കുന്നത്, കണ്ണൂർ ജില്ലയ്ക്ക് സമാനമായി മറ്റൊരു ജില്ലയെ ഭാരതത്തിലുണ്ടായിരുന്നുള്ളൂ. അത് പശ്ചിമ ബംഗാളിലെ മിഡ്നാപൂർ ജില്ലയാണ്. അവിടെയാണ് കോൺഗ്രസിന് വോട്ട് ചെയ്ത 16 യൂത്ത് കോൺഗ്രസ്സുകാരുടെ വലത് കൈപ്പത്തി വെട്ടിമാറ്റിയ സംഭവം ഉണ്ടായത്. ആ മിഡ്നാപൂർ ജില്ലയുടെ അതേ സ്റ്റാറ്റസുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല എന്നാണ് CPM-ൻ്റെ ഉള്ളിലെ വിലയിരുത്തൽ. അപ്പോൾ ആ കണ്ണൂർ ജില്ലയിൽ അവരുടെ കോട്ട കാക്കണമെങ്കിൽ സംഘത്തിൻ്റെ ശാഖാ പ്രവർത്തനം തടയപ്പെട്ടേ മതിയാകൂ. തടയപ്പെടണമെങ്കിൽ ഭയം ജനിപ്പിക്കണം. ഭയം പോകുന്ന എന്നിൽ മാത്രമല്ല, എൻ്റെ കുടുംബാംഗങ്ങളെ ഭയപ്പെടുത്തണം, എൻ്റെ അമ്മയെ ഭയപ്പെടുത്തണം, എൻ്റെ അച്ഛനെ ഭയപ്പെടുത്തണം, സഹോദരങ്ങളെ ഭയപ്പെടുത്തണം, കല്യാണം കഴിച്ച ആളാണെങ്കിൽ ഭാര്യയെ ഭയപ്പെടുത്തണം, അച്ഛനാണെങ്കിൽ മക്കളെ ഭയപ്പെടുത്തണം. ഈ ഭയം ജനിപ്പിക്കാൻ ഇതാണ് മാർഗം. അങ്ങനെ ഭയപ്പെടുത്തി പിന്മാറ്റുക എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ ഭയം ജനിപ്പിച്ചത് കൊണ്ടാണ് ഇന്നും കണ്ണൂരിൽ ഇപ്പോൾ സംഘർഷം, പ്രത്യക്ഷത്തിൽ നമുക്ക് സംഘർഷമില്ല, സംഘടനമില്ല, കൊലപാതകങ്ങളില്ല, പക്ഷേ എങ്കിലും എപ്പോഴൊക്കെയോ കടന്നുകൂടിയ ഭയം ഇന്ന് പലരിലും ഉണ്ട്. അതുകൊണ്ടാണ് വേണ്ടത്ര ശക്തിയിൽ പാർട്ടി പ്രവർത്തനം, സംഘപ്രവർത്തനം അവിടെ ഇന്നും ഒരല്പം പിന്നോട്ട് പോകാനുള്ള കാരണം ഈ സംഘർഷം തന്നെയാണ്. ഈ 94-ലെ ആ ഒരു സംഭവം, ആ ഒരു അനുഭവത്തിലേക്ക് വന്നത് എന്തായിരുന്നു? അതിൻ്റെ ഒരു സാഹചര്യം, അതുണ്ടായത് എന്തുകൊണ്ടാണ്? ഓക്കെ, നേരത്തെ വായിച്ചിട്ട് ചോദിച്ചല്ലോ, 84 മുതൽ 94 വരെയുള്ള ആ 10 വർഷക്കാലം എൻ്റെ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ സംഘത്തിൻ്റെ കണ്ണൂർ ജില്ലാ സഹകാര്യവാഹാണ്. 10 വർഷം കൊണ്ട് പ്രവർത്തനത്തിൽ നിന്നതിന് ശേഷം ജില്ലാ ചുമതലയിലേക്ക് അല്ലെങ്കിൽ ജില്ലാ ചുമതലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ നേരെ ഈ ആക്രമണം നടക്കുന്നത്. അപ്പം എന്തുകൊണ്ട് എൻ്റെ നേരെ ഈ ആക്രമണം ഉണ്ടായി എന്ന ചോദ്യത്തിന് എൻ്റെ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടി വരും. എൻ്റെ പ്രദേശം നേരത്തെ പറഞ്ഞു, ഒരു പാർട്ടിയുടെ CPM-ൻ്റെ ഒരു സമ്മേളനമൊക്കെ, വലിയ സമ്മേളനമൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു 4 ബസ്സുകളൊക്കെയാണ് വന്ന് കവലയിൽ നിർത്തുക, ആളുകളെ കൊണ്ടുപോകാനായിട്ട്. സ്പെഷ്യൽ ബസ്, കൊടിയൊക്കെ കെട്ടി അലങ്കരിച്ച ബസ്. അപ്പോൾ ആ നിലയ്ക്ക് വളരെയധികം സ്വാധീനം CPM-നുണ്ടായിരുന്നൊരു പ്രദേശം. ആ പ്രദേശത്തു നിന്നാണ് ആ പ്രദേശത്താണ് സംഘപ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ സംഘടിപ്പിച്ച് തുടങ്ങിയ കാലം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ.
അപ്പോൾ ഇത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല എന്ന് ഒരുപക്ഷെ ചിലരെങ്കിലും അവരുടെ ഇടയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇടക്കാലത്ത് CPM-ലൊക്കെ പ്രവർത്തിച്ച് പിന്നീട് ഈ പറഞ്ഞതുപോലെ മനംമുടുപ്പ് വന്ന് നമ്മളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരുപാട് പേര് ആ മേഖലയിലുണ്ട്. അക്കൂട്ടത്തിൽ CPM-ൻ്റെ കർഷക സംഘടനയുടെ ഒക്കെ വില്ലേജ് ചുമതലയൊക്കെ വഹിച്ചിരുന്ന ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്നോട് വളരെ സ്നേഹത്തോടെ പറയാറുണ്ട്, മാഷ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, മാഷ് കുറിച്ചിങ്ങനെ അവിടെ ഇവിടെയൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ വ്യക്തമാണ് എന്താണ് സംസാരിക്കുക. മാഷ് നല്ല ആളാണ്, മാഷ് നല്ല മിടുക്കനാണ്, മാഷ് കൊള്ളാം എന്നൊന്നും അല്ലല്ലോ സംസാരിക്കുക. CPM-ൻ്റെ രീതി അനുസരിച്ച് നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്താ സംസാരിക്കുക എന്നറിയാം. അതൊക്കെ സൂചനകളാണ്. അതിങ്ങനെ ആ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കെ തന്നെ ഒരു നിമിത്തമെന്ന് പറയാവുന്ന ഒരു വർഷം, അതായത് 94 ജനുവരിയിലാണ് എൻ്റെ നേരെ ആക്രമണം ഉണ്ടാകുന്നത്. 93 സെപ്റ്റംബർ മാസം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ പരിപാടി നടക്കുകയാണ്. അപ്പോൾ 93 ആഗസ്റ്റിലാണ് അച്ഛൻ മരിക്കുന്നത്. 93 സെപ്റ്റംബറിലാണ് ശ്രീകൃഷ്ണ ജയന്തി പരിപാടി. അച്ഛൻ മരിച്ച് അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഞാൻ വീട്ടിൽ തന്നെയാണ്. പിന്നെ കുറച്ച് കാലം നമ്മൾ പൊതുരംഗത്തേക്ക് അങ്ങനെ വരില്ലല്ലോ. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി പരിപാടിക്ക് ആണ് പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ രംഗത്തേക്ക് വന്നത്. ആ സമയത്താണ് അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു മാസത്തെ ഇടവേള. ശ്രീകൃഷ്ണ ജയന്തി പരിപാടിക്ക് നല്ല തോതിൽ ഞാനന്ന് അവിടെയുള്ള സ്കൂളിൽ അധ്യാപകനാണ് ആ സമയത്ത്. അപ്പോൾ സ്വാഭാവികമായും ആ വിദ്യാർത്ഥി അധ്യാപകൻ എന്നുള്ള ബന്ധം, രക്ഷിതാക്കൾ എന്നുള്ള ബന്ധം ഒക്കെ കാരണം ഒരുപാട് പേര് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ രക്ഷിതാക്കൾ സഹിതം ഈ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയിൽ പങ്കെടുക്കാനായിട്ട് വന്നു. അങ്ങനെ വന്നവരുടെ കൂട്ടത്തിൽ ആ പ്രദേശത്തെ പ്രാദേശിക നേതാക്കളായിട്ടുള്ള CPM-കാരുടെ കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. അവരുടെ അമ്മമാരാണ് അവരെ കൊണ്ടുവന്നത്. പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് കുട്ടികളെ വീട്ടിലേക്ക് എത്തിച്ച സമയത്ത് പിന്നീട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. ആരോട് ചോദിച്ചിട്ടാണ് കുട്ടികളെ കൊണ്ടുപോയത്, എൻ്റെ മോളെ കൊണ്ടുപോകാൻ നിനക്കാരാണ് അധികം, എന്നോടല്ല നമ്മുടെ മറ്റ് പ്രവർത്തകരോടൊക്കെ ആ നിലയ്ക്കുള്ളൊരു ഒരു സംഘർഷമൊക്കെ ഉണ്ടായി, ഇതൊക്കെ ഉണ്ടായി. അതിനു മുമ്പ് ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് നാട്ടിലുണ്ടാക്കിയ അലങ്കാരങ്ങൾ, കെട്ടിയ കൊടികൾ, അതുപോലെ അറിയാലോ അലങ്കരിക്കുമ്പോൾ കുരുത്തോല, ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്, കുരുത്തോല തൂക്കി കാവി നിറത്തിലുള്ള പേപ്പർ കൊണ്ട് മുറിച്ച് അങ്ങനെ അലങ്കാരം, ഇതൊക്കെ നശിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പ്രചാരണ പോസ്റ്ററുകൾ ചിന്തിക്കളയുക, കൊടികൾ നശിപ്പിക്കുക, ഇതൊക്കെ കലാപരിപാടികൾ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ആഘോഷത്തിന് മുമ്പ്. ആഘോഷം നടന്നു, വളരെ നന്നായി നടന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം കഴിഞ്ഞ്, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി പരിപാടി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഒരു ബന്ദ്, അന്ന് ബന്ദാണ്, ഹർത്താലല്ല, ബന്ദ് വരികയാണ്, കേരള ബന്ദ്. അന്ന് ഞങ്ങളൊക്കെ ഒത്തുകൂടുന്ന ഒരു കവലയുണ്ട്, അവിടെ ഒരു ബസ് ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബസ് ഷെൽട്ടറിൽ ഇരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് അവിടുത്തെ ഒരു കട നവീകരിക്കുന്ന സമയത്ത് പൊളിച്ചു മാറ്റിയ ഒരു സിമൻറ്റ് തൂണ്. ആ തൂണാണ് ഇരിക്കാനുള്ള ബെഞ്ചായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ബന്ദിനെന്താ പൊതുവെ പതിവ്, ബന്ദ് ദിവസം തലേന്ന് രാത്രി എല്ലാവരും സംഘടിച്ച് ഈ റോഡ് ബ്ലോക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളുണ്ടാക്കിയ ബസ് ഷെൽട്ടറിൽ പഴയ തൂണ്, ബെഞ്ചായി ഉപയോഗിച്ചിരുന്ന പഴയ തൂണ്, അതങ്ങനെ തന്നെ അവർ ഇളക്കിയെടുത്ത് കഷണമാക്കി റോഡ് ബ്ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുകയാണ്. അത് റോഡ് ബ്ലോക്ക് ചെയ്യാൻ എന്തെങ്കിലും കിട്ടുക എന്നുള്ളതല്ല അവരാ പ്രവൃത്തിയുടെ സന്ദേശം, മറിച്ച് നിങ്ങളുടെ ഒരു ബസ് ഷെൽട്ടർ ഇവിടെ അങ്ങനെ വിലസണ്ട എന്നുള്ളൊരു താല്പര്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ റോഡ് ബ്ലോക്ക് ചെയ്യാണ്. റോഡ് ബ്ലോക്ക് ചെയ്ത സമയത്ത് രാവിലെ അവിടേക്ക് വരുന്ന നമ്മുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇത് കാണുന്നു. സ്വാഭാവികമാണല്ലോ, അവരുടെ മനസ്സ് നോവും, മുറിവേൽക്കും. അവർ വേഗം എന്നെ വിവരം അറിയിച്ചു. അപ്പം ഞാൻ അവിടേക്ക് വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. അതേസമയത്ത് തന്നെ ഒരു 100-150, അപ്പോൾ ഇവർ കണ്ട വഴിക്ക് തന്നെ ഇത് ചോദ്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രവർത്തകർ. അപ്പോൾ അതിൻ്റെ പേരിലുള്ള ഒരു സംഘർഷം പറ്റിയ അന്തരീക്ഷം അവിടെയുണ്ട്. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു 100-150 മാർക്സിസ്റ്റുകാരുണ്ട്, ഞങ്ങളുടെ ഒരു 6-7 പ്രവർത്തകർ, അത്രയൊക്കെ ഉള്ളൂ അന്ന്, അവരുണ്ട്. അവരിങ്ങനെ മുഖാമുഖം നിൽക്കുകയാണ്. അപ്പോൾ ഞാനവിടെ ചെന്ന് അവിടെയുള്ള CPM-ൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എനിക്ക് വളരെ അടുപ്പമുള്ള CPM-ൻ്റെ പ്രാദേശിക നേതാക്കളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായി ഇവരെല്ലാം ചേർന്ന് ഗംഭീര പ്രകടനം, പെട്ടെന്നൊരു പ്രകടനം രൂപപ്പെടുന്നു. ബസ് ഷെൽട്ടറിലേക്ക് ഓടിക്കയറുന്നു, ഷെൽട്ടർ പിടിച്ചു വലിക്കുന്നു, തകർക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇതിനിടയിൽ പിന്നെ ഞങ്ങളുടെ പ്രവർത്തകർ 6-7 പേര്, ഞാൻ ഉൾപ്പെടെ, അതിനെ പ്രതിരോധിക്കാൻ മുന്നിലേക്ക് വരുന്നു. അവിടെ പിടിവലിയാവുന്നു, സംഘട്ടനം നടക്കുന്നു, അടി നടക്കുന്നു. അങ്ങനെ ഞങ്ങൾ 3-4 പേര് അടി നടന്നതിന് ശേഷം ആശുപത്രിയിൽ പോയി അഡ്മിറ്റാണ്. അതൊരു പ്രൊസീജിയറാണ് അവിടെയൊക്കെ. ഈ അടി നടക്കുക,
അടി കിട്ടിയ ആൾ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവുക, ചികിത്സ തേടുക. അടിച്ച ആളും ആശുപത്രിയിൽ പോയി, ഇവർ വേറൊരു ആശുപത്രിയിൽ പോയി, ഇവർ 3-4 പേര് ആശുപത്രിയിൽ. ഒരു സംഘട്ടനം ഞങ്ങൾ തമ്മിലുണ്ടായ സംഘട്ടനം ഇന്ന് വരുത്താൻ പറ്റും. പക്ഷേ ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു 100%. അപ്പോഴേക്കും പിന്നെ പോലീസ് വരുന്നു, ആളുകൾ ചിതറി ഓടുന്നു, ഇതൊക്കെ സംഭവിക്കുന്നു. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഒരു പൊതുയോഗം തൊട്ടടുത്ത കവലയിൽ നടക്കുകയാണ്, ഉരുവച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത്. ആ പൊതുയോഗത്തിൽ പരസ്യമായ വെല്ലുവിളിയാണ്, ഇനിയും ഇത് ടെസ്റ്റ് ഡോസ് മാത്രമാണ്, ഇനി വരാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള പ്രസംഗങ്ങളൊക്കെയാണ് അവിടെ നടന്നത്. പിന്നീട് സ്വാഭാവികമായ തരത്തിൽ ആ കൂട്ടത്തിൽ അന്ന് ആ സംഘടനത്തിൽ ഏർപ്പെട്ടിരുന്നൊരു CPM പ്രവർത്തകന് മർദ്ദനമേറ്റിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് CPM പ്രവർത്തകന് മർദ്ദനമേറ്റ സംഭവം, പിന്നെ അവിടെ സംഘപ്രവർത്തനം സംഘടിപ്പിക്കുന്ന പ്രവർത്തനം, പിന്നെ സ്കൂളിലെ മാഷ് എന്നുള്ള നിലയ്ക്ക് കുട്ടികളെ ദുസ്വാധീനം ചെലുത്തി പരിപാടിക്ക് പങ്കെടുപ്പിച്ചു എന്നുള്ള ആരോപണം, ഇതൊക്കെ കൂടി നമുക്ക് എൻ്റെ നേരെയുള്ള കുറ്റപത്രം തയ്യാറായി. വളരെ ഗംഭീരമായ കുറ്റപത്രം തയ്യാറാക്കുന്നു. പിന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ പറഞ്ഞ ബന്ദ് ദിവസത്തെ പ്രവർത്തനം സെപ്റ്റംബർ 8 എൻ്റെ ഓർമ്മ. 93 സെപ്റ്റംബർ 8 ഈ ബന്ദ് സംഭവം നടക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് 94 ജനുവരി മാസം 25 ഈ പറയുന്ന കാലുവെട്ടി മാറ്റുന്ന ഈ സംഭവം നടക്കുന്നത് പിന്നെയാണ്, ഇതിന് ശേഷമാണ്. അപ്പോൾ ഒരു അന്തരീക്ഷം ഒരുക്കി കൊണ്ടുവരിക, ഒരു സംഘർഷം രൂപപ്പെടുത്തുക, ആ സംഘർഷത്തിൻ്റെ പേരിൽ പൊതുയോഗം നടത്തുക, പ്രചരണം നടത്തുക, അണികളെ മുഴുവൻ എന്തും നേരിടാൻ സന്നദ്ധരാകണം എന്നുള്ളൊരു ആഹ്വാനം പുറപ്പെടുവിക്കുക. ഇന്നാളാണ് ഇതിൻ്റെയൊക്കെ സൂത്രധാരൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നാളാണ് സദാനന്ദ മാഷാണ്. എന്ത് വേണം എന്നുള്ള നിലയ്ക്ക് തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനം നടപ്പിലാക്കുന്നു. 94 ജനുവരി 25 ഈ പറഞ്ഞ രീതിയിൽ അവരാഗ്രഹിച്ച തരത്തിലുള്ള സാഹചര്യം ഒത്തുവന്നു. എൻ്റെ സഹോദരിയുടെ വിവാഹം നിശ്ചയിച്ച സമയമായിരുന്നു. വിവാഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടി അകലെയുള്ള അമ്മാവനുമായിട്ട് സംസാരിച്ച് വരുമ്പോഴാണ് അന്ന് സ്കൂളുള്ള ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ സ്കൂളിൽ ജോലി ചെയ്യുന്ന സമയമാണ്. സ്കൂൾ വിട്ട് അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയി കാര്യങ്ങൾ സംസാരിച്ചു. തിരിച്ചൊരു 8-8:30 മണി നേരത്താണ് ഈ പറഞ്ഞ ഉരുവച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ബസ് ഇറങ്ങുന്നത്. അവിടുന്ന് 2 കിലോമീറ്റർ നടന്നു വേണം വീട്ടിലേക്ക് വരാൻ. അപ്പോഴാണ് ബസ് ഇറങ്ങിയ വഴിക്ക് പുറകിൽ നിന്ന് പിടിച്ചു. ഞാനീ നേരത്തെ പറഞ്ഞ തയ്യൽക്കടയിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് അവിടെ സംഘടിച്ചിരുന്ന ആളുകൾ ആക്രമണം നടത്തുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷിച്ചിരുന്നില്ലേ? അങ്ങനെ ഒരു ഇല്ല, ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ അടുത്ത് ഈ പറഞ്ഞതുപോലെ പലരും എന്നോട് പറഞ്ഞിരുന്നു, ശ്രദ്ധിക്കണം, അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, അവർക്ക് എന്തൊക്കെയോ ആസൂത്രണമുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്താണ്, അങ്ങനെ സാധ്യതയില്ല. കാരണം അവർ പറയുന്നത് പോലെയുള്ളൊരു ഭീകരനൊന്നുമല്ല. അവർക്ക് തന്നെ അറിയാം, അവരുമായിട്ട് എനിക്ക് സൗഹൃദമുണ്ട്. ഈ പറയുന്ന കടയാവട്ടെ അല്ല അവരുടെ സ്ഥാപനമാവട്ടെ, അവിടെയൊക്കെ ഞാൻ സ്വതന്ത്രനായിട്ട് കടന്നു ചെല്ലാറുണ്ട്, അവരോടൊക്കെ സംസാരിക്കാറുണ്ട്. എനിക്ക് ആവശ്യത്തിലേറെ സുഹൃത്തുക്കൾ അവരുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എനിക്ക് നേരെ അതുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ആക്രമണം തീരെ പ്രതീക്ഷിച്ചതല്ല. അല്ല, ഈ ഒരു ഇങ്ങനെയായിരുന്നോ തീരുമാനിച്ചത്? അതോ കൊല്ലാൻ വേണ്ടിയായിരുന്നോ, അതോ കാല് വെട്ടുക എന്നുള്ളതായിരുന്നോ ഇവർ ഉദ്ദേശിച്ചിരുന്നത്? ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ കൊല്ലാൻ കഴിയുമല്ലോ. അതെ, 2 കാലും ഓരോരുത്തർ ഞാനിങ്ങനെ കാട്ടിക്കൊടുക്കില്ലല്ലോ, അവർ പിടിച്ച് വെച്ച് വേണമല്ലോ ചെയ്യാൻ. അപ്പോൾ ഒരു കാല് വെട്ടുന്നു, രണ്ടും ഒരുമിച്ചും പറ്റില്ല, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു കാല് വെട്ടിയെടുക്കുക, ദൂരേക്ക് വലിച്ചെറിയുക, അതിനുശേഷം അടുത്ത കാല് വെട്ടിയെടുക്കുക, ദൂരേക്ക് വലിച്ചെറിയുക. അപ്പോൾ അത് വളരെ ആസൂത്രിതമാണ്. അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. ഒരാക്രമണം നടത്തുക എന്നാണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെട്ടി പരിക്കേൽപ്പിച്ച് പോവാം. കൊല്ലുക എന്നാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ ഉദ്ദേശം ഒന്നുകിൽ 2 കാലും വെട്ടിമാറ്റി ചോര വാർന്നൊലിച്ച് മരിച്ചു പോട്ടെ, ഇനി ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ജീവിക്കട്ടെ, വികലാംഗനായി ജീവിക്കട്ടെ എന്ന തരത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ടാവാം. നമ്മുടെ ആക്രമണത്തിൻ്റെ ആ ഒരു ശൈലിയൊക്കെ പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ പറഞ്ഞു കേട്ടത് പിന്നീട് നാവ് കൂടി അരിഞ്ഞെടുക്കാനുള്ള പദ്ധതിയുണ്ട്. അവർ നാവ് കുറച്ച് നീളം കൂടുതലാണ്, അതും കൂടി അരിഞ്ഞെടുക്കണമായിരുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ അവരുടെ ഇടയിൽ രൂപപ്പെട്ടിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഭാഗ്യത്തിന് നാവരിഞ്ഞില്ല. ഇതൊക്കെ പറയാനുള്ള ഒരു സൗകര്യം അവർ ചെയ്തു തന്നിട്ടുണ്ട് അക്കാര്യത്തിൽ. അപ്പോൾ ഇതുതന്നെയായിരിക്കും ഉദ്ദേശം, സ്ഥിര വൈകല്യം സമ്മാനിക്കുക. ഇതും ഭയപ്പെടുത്തൽ തന്നെയാണ്. ഞാനുമായി ബന്ധപ്പെടുന്ന ആളുകളെ ഭയപ്പെടുത്തുക, എന്നെ ഭയപ്പെടുത്തുക, ജീവിതം ദുരിതപൂർണ്ണമാക്കി തീർക്കുക എന്നൊക്കെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെയൊരു ആക്രമണം ആദ്യത്തേതാണ്. അവയവം വെട്ടിയെടുക്കുക എന്നുള്ള സംഭവം ആദ്യത്തേതാണ്. പിന്നീട് പലപ്പോഴും നടന്നിട്ടുണ്ട്. ബോംബേറിൽ അവയവം നഷ്ടപ്പെട്ടവരുണ്ട്, വെട്ടിമാറ്റിയ ആളുകൾ ധാരാളം പേരുണ്ട്.
കണ്ണ് പിന്നെ കുത്തിപ്പൊട്ടിച്ചിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, കൈ വെട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹരിയേട്ടൻ്റെയൊക്കെ കൈയൊന്നും ഇപ്പോൾ അതേ കൈ ഉണ്ട് കാണാൻ, പക്ഷേ അതുകൊണ്ട് പല കാര്യങ്ങളും സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വലിയൊരു ഒരു ഭീകരമായ അവസ്ഥ, അതായത് വലിയ സംവിധാനങ്ങൾ, ഒപ്പം സർക്കാരിൻ്റെ ഒരു പിന്തുണ, അത് ചെറിയ കാര്യമല്ല. 5 വർഷം കൂടുമ്പോൾ വരുന്ന ഒരു, ഇപ്പോൾ അത് 2 പ്രാവശ്യം ഉണ്ടായി, പക്ഷേ നേരത്തെയൊക്കെ 5 വർഷം കൂടുമ്പോൾ വന്നുകൊണ്ടിരുന്ന ഒരു സർക്കാർ എന്നുള്ള നിലയിൽ അതിൻ്റെ ഭരണത്തിൻ്റെ പിന്തുണ, ഈ ഒരു വലിയ ഭീകരമായ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. എങ്ങനെ അത് സാധിച്ചു? എല്ലാം ഒറ്റ ഉത്തരമേ ഉള്ളൂ വായുദ്ധത്തിൽ. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെരിയുന്ന ആദർശത്തിൻ്റെ ശക്തി. ആദർശത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ പെടും? വെറും കേവലം നമ്മൾ വിശദീകരിക്കാൻ കഴിയുന്ന ഹിന്ദുത്വം, അല്ലെങ്കിൽ ഹിന്ദു ദർശനങ്ങൾ, ഹിന്ദു രാഷ്ട്രസങ്കല്പം, അല്ലെങ്കിൽ ഏകാത്മമാനവ ദർശനം, ദീൻദയാൽ ഉപാധ്യായ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, പരംപൂജന ഗുരുജിയുടെ പ്രബോധനങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ആദർശം, നമ്മൾ മനസ്സിലാക്കുന്ന ആദർശം. ഇതിൻ്റെ നമ്മൾ കാണാത്ത മറ്റ് ചില ഉൾപ്പിരിവുകൾ ഉണ്ടാവുന്നുണ്ട് ഇതിൽ. എങ്ങനെയാണ് ആ ഉൾപ്പിരിവുകൾ എന്ന് പറയുന്നത്? നമ്മൾ ഈ ഒരു ആദർശം നമ്മൾ സ്വീകരിച്ചു. ആദർശം സ്വീകരിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്, പ്രസംഗിക്കാനുള്ളതല്ല. സംഘത്തിൻ്റെ പ്രവർത്തകർക്ക് നൽകുന്ന ബൗദ്ധിക ശിക്ഷണത്തിൽ അല്ലെങ്കിൽ ആശയപരമായ ഉദ്ബോധനത്തിൽ പലപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ ആദർശം ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ആദർശവാദിയായി അല്ല ജീവിക്കേണ്ടത്, ആദർശ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. ആദർശത്തെക്കുറിച്ച് വാദിക്കുകയല്ല, ആദർശം ജീവിതത്തിൽ പകർത്തി സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ജീവിതത്തിൽ പകർത്തി സാക്ഷാത്കരിക്കുക എന്ന് പറയുമ്പോൾ സംഘത്തിൻ്റെ ബാലപാഠങ്ങളെന്നുള്ള നിലയ്ക്ക് നമ്മൾ പഠിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ സംഘശാഖയിലൊക്കെ നമ്മൾ ചൊല്ലിത്തീർത്ത കുറേ വരികളുണ്ട്. പുച്ഛിക്കാം ചിലർ, പൂജിക്കാം ചിലർ, നീ ചഞ്ചലനാകാതെ. അപ്പോൾ നിങ്ങളെ ചിലർ പൂജിക്കും, നീ ചഞ്ചലനാവരുത്. നമ്മൾ ഏറ്റെടുത്ത ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കഠിനമായ ഹൃദയം എന്ന് വെച്ചാൽ, കഠിന ഹൃദയം എന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥത്തിലല്ല, ആദർശത്തോടുള്ള കാഠിന്യം, അതിനോടുള്ള അടുപ്പം, അത് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് അത് ആവേശിക്കപ്പെടും, ആ ഒരു ആദർശം ആവേശിക്കപ്പെടും. അതുപോലെ പിന്നെ നമ്മളോടൊപ്പം സഞ്ചരിച്ച ആളുകളൊക്കെ നാളെ മറിച്ചുമല്ല, പുച്ഛിക്കാം ചിലർ, പൂജിക്കാം നീ ചഞ്ചലനാകാതെ എന്നതിനൊപ്പം തന്നെ നന്നെന്നു വാഴ്ത്തിയവർ നാളെ മറിച്ചു ചൊല്ലാം. നല്ല പ്രവർത്തനമാണ് എന്ന് പറയുന്ന ആളുകൾ ഇതൊന്നിനും കൊള്ളില്ല എന്ന് മറിച്ചു ചൊല്ലാം. ഒന്നിച്ചു പോന്നവർ ഇടയ്ക്ക് മടങ്ങിയേക്കാം. നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ചിലരൊക്കെ തിരിച്ചു പോയി എന്ന് വരാം, പക്ഷേ നമ്മൾ സംഘപാതയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് അർത്ഥങ്ങൾ കൽപ്പിക്കാവുന്ന വരികൾ ഗീതങ്ങളിലൂടെ, സ്തോത്രങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ആവേശിക്കുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആദർശം ജീവിതത്തിൽ പകർത്തുക എന്നതിൻ്റെ ഭാഗമായി നമ്മുടെ കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്താൻ, നമ്മുടെ സമീപനത്തെ രൂപപ്പെടുത്താൻ, നമ്മുടെ നിലപാടുകളെ രൂപപ്പെടുത്താൻ, നമ്മുടെ ജീവിതത്തിന് ഒരു താളമുണ്ടാക്കിയെടുക്കാൻ, ചിട്ടയുണ്ടാക്കിയെടുക്കാൻ ഈ ആദർശം സഹായകമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതുപോലുള്ള പ്രതിസന്ധി, ഇപ്പം ഞാനൊരാൾ മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ ഒന്ന് പോയി നോക്കൂ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ എത്രയെത്ര സഹോദരങ്ങളാണ് ഇതുപോലെ ജീവിക്കുന്നവർ. ഒരുപാട് പേരുണ്ട്, ഞാനൊരാൾ മാത്രമല്ല, ഒരുപാട് പേര്. കണ്ണില്ലാത്തവരുണ്ട്, 2 കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട ആളുകളുണ്ട്, നട്ടെല്ല് തകർന്നവരുണ്ട്, കുടുംബജീവിതം സാധ്യമല്ലാത്ത തരത്തിൽ അധ്വാനിച്ച് ജീവിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അവരെയൊക്കെ സംഘത്തിൻ്റെ സഹായഹസ്തം അവർക്കൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അവർ ആത്മവിശ്വാസത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടികൾ എത്ര പേരുണ്ട്, അവരൊക്കെ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ. പക്ഷേ എന്നാലോ അവർ സംഘപാതയിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറല്ല. എന്തുകൊണ്ട്? ഈ ആദർശബോധമാണ്. ഈ ആദർശബോധം നമ്മളിലുള്ള കാലത്തോളം ഏത് തരം പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് കഴിയും. വായിച്ചിട്ടാലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിൽ എത്ര രൂക്ഷമായ അപവാദ പ്രചരണങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ സംഘപ്രവർത്തകന്മാരെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ നമുക്കിഷ്ടമുള്ള പദമാണോ? ഇപ്പം എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണോ ഉണ്ടാവുക? എന്നെ ഒരു ഫാസിസ്റ്റ് എന്ന് ഒരാൾ വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണോ ഉണ്ടാവുക? എന്നെ ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുകയോ? ഒരിക്കലുമില്ല. നമ്മുടെ മനസ്സിന് നോവുണ്ടാക്കുന്ന ഒരുപാട് പ്രയോഗങ്ങളിലൂടെ ആണ് ഞാൻ അവതരിപ്പിക്കപ്പെടുന്നത് പ്രതിയോഗികളാൽ. ഇതെല്ലാം മറികടക്കാൻ, എന്നിട്ട് സംഘപാതയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ
എന്താണതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്? നമുക്ക് കേരളത്തെ സംബന്ധിച്ച് അധികാരത്തിൻ്റെ ശക്തിയില്ല, മറ്റ് സൗകര്യങ്ങളില്ല, നമുക്ക് വേണ്ടി നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കാൻ ആളില്ല. ഉണ്ടായിരുന്ന ഒരാളെ ഇവരെല്ലാവരും കൂടി ചേർന്ന് പരസ്പരം സഹായം പങ്കുവെച്ച് ഇല്ലാതെയാക്കി. ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ ഒരു ഭാഗത്ത്, ചാനൽ ചർച്ചകളിലൂടെയൊക്കെ അപഹസിക്കപ്പെടുന്ന സാഹചര്യം, ഇതെല്ലാം ഉണ്ടായിട്ടും ഇന്നും കേരളത്തിൽ 15% ആളുകൾ സംഘപ്രസ്ഥാനത്തിൻ്റെ പിന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ആദർശത്തിൻ്റെ ശക്തിയാണത്, ആ ആദർശത്തിൻ്റെ മഹത്വമാണത്. അല്ലെങ്കിൽ എന്നേ തകർത്തെറിയാൻ കഴിയുമായിരുന്നു. ഈ കണ്ണൂർ ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ ക്രമക്കേടുകൾ സംഭവിക്കാറുണ്ട്, കള്ള വോട്ടുകൾ നടക്കാറുണ്ട് എന്ന് പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? അത് കണ്ണൂർ ജില്ലയിൽ ഇവരുടെ സംഘടനാ ശേഷി എത്രത്തോളമുണ്ടോ അത്രയും ശക്തിയുണ്ട് ഈ പറയുന്ന കള്ളവോട്ട് സംവിധാനത്തിന്. ഇപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പിന്നെ 3 ലക്ഷം കള്ളവോട്ടുകൾ കണ്ടെത്തി സ്ഥാനാർത്ഥിയായി അവിടെ ചെന്ന നമ്മുടെ അടൂർ പ്രകാശ് അല്ലേ. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ മാത്രമേ ഇതൊക്കെ ഉള്ളൂ എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. പക്ഷേ അത് സത്യസന്ധമായി അദ്ദേഹം വോട്ടർ പട്ടിക പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച ആധികാരിക രേഖകൾ ഉൾപ്പെടുത്തി 3 ലക്ഷത്തോളം കള്ളവോട്ടർമാരുണ്ട് എന്ന് അവിടെ ആറ്റിങ്ങലിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ണൂർ ജില്ലയിലെ മാത്രം പ്രതിഭാസമല്ല. പക്ഷേ കണ്ണൂർ ജില്ലയിൽ എന്താ പ്രതിഭാസം? അവിടെ ഒരു പക്ഷേ ഒളിച്ചും ഒതുങ്ങിച്ച് കണ്ണൂരിൽ പരസ്യമായിട്ട് ചെയ്യും, പരസ്യമായിട്ട്. ഇപ്പോൾ കണ്ടതല്ല, AKG MV രാഘവനുമായിട്ട് പ്രശ്നമുണ്ടായിരുന്ന കാലത്ത് AKG ഹോസ്പിറ്റൽ പിടിച്ചെടുക്കാൻ വേണ്ടി അവർ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ അവിടെയുള്ള ഒരു CMB പ്രവർത്തകനായ ഭാര്യയുടെ പേരിൽ ഒരു വനിതാ സഖാവ് വന്ന് വോട്ട് ചെയ്യാണ്. ഈ CMB പ്രവർത്തകൻ അവിടുത്തെ ബൂത്ത് ഏജൻ്റായിട്ട് ഇരിക്കുകയാണ്. MV രാഘവൻ്റെ പാനലിലെ ബൂത്ത് ഏജൻ്റായി CMBയുടെ പ്രവർത്തകൻ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു വനിതാ സഖാവ് വന്ന് വോട്ട് ചെയ്യുന്നത് പരസ്യമായിട്ടല്ലേ. അപ്പം ഇദ്ദേഹം രസകരമായിട്ട് ആ സ്ത്രീയോട് അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നതല്ല, അദ്ദേഹം പ്രതികരിച്ച കഥയൊക്കെ കണ്ണൂരിൽ പാട്ടാണ്. അപ്പോൾ സ്വന്തം ഭാര്യയുടെ പേരിൽ വന്ന് വോട്ട് ചെയ്യാൻ കാണിക്കുന്ന തൻ്റെ ഇടമുണ്ടല്ലോ, തൻ്റെ ഇടമാണ് കണ്ണൂർ ജില്ലയിലെ കള്ളവോട്ടിൻ്റെ ഒരു പ്രത്യേകത. ഇത് വ്യാപകമാണ്, വളരെ വ്യാപകമാണ്. പരസ്യമായി തന്നെ ബൂത്ത് ഏജൻറ്റുമാരൊക്കെ ഇപ്പോൾ ഇവരുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ ഇവരുടെ ഏജൻറ്റ് മാത്രമേ ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എന്ന് വെച്ചാൽ BJP രംഗപ്രവേശം ചെയ്തതോടുകൂടി എല്ലാ ബൂത്തിലും പിന്നെ ഏജൻറ്റുമാർ വേണം എന്ന് നിർബന്ധവും എല്ലാ ബൂത്തിലും കഴിയാറില്ല. നമ്മൾ ചെന്ന് ഇരിക്കും, കൊണ്ടേ അവിടെ ഇറക്കി കൊടുക്കും. തിരിച്ചു പോരാൻ നേരം എന്താ സംഭവം? ഇവർക്ക് ഒറ്റയ്ക്ക് തിരിച്ചു പോരാൻ, അപ്പോഴേക്ക് ബൂത്തിൽ മുഴുവൻ ലക്ഷം കഴിഞ്ഞ് എല്ലാവരും സംഘടിക്കുന്നു. ഇവരെ ഒന്നുകിലും പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ മറ്റു തരത്തിൽ ദേഹോപദ്രവം ഏൽപ്പിക്കും. അതുകൊണ്ട് വണ്ടികളിൽ പോയി കൂട്ടിക്കൊണ്ടുവരണം. ഈ അടുത്ത കാലം വരെ ഇപ്പം ഞാൻ കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഞാൻ തന്നെ നേരിട്ട് നമ്മുടെ പ്രവർത്തകരോടൊപ്പം ചെന്ന് ബൂത്ത് ഏജൻറ്റുമാരായി ഇരുന്ന ആളുകളെ ബൂത്തിൽ നിന്ന് പിന്നെ ഇറക്കി കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ബൂത്തുകളിൽ കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഫാസിസത്തിൻ്റെ നേരാവിഷ്കാരമായ പ്രവർത്തനമാണ്. അപ്പോൾ ഇത് പല ബൂത്തുകളിലും, അവർക്ക് സ്വാധീനമുള്ള ബൂത്തുകളിലൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ട്, വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ ID കാർഡ്, ആധാറുമായിട്ടുള്ള ബന്ധപ്പെടുത്തൽ, ഇതിനെയൊക്കെ ഒരു പരിധിവരെ അവരെ ആ തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. കുറഞ്ഞിട്ടുണ്ട്. ഈ അക്രമ സംഭവങ്ങൾ കുറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിലെ ഈ പറയുന്ന കൃത്രിമങ്ങളും ഒരളവ് വരെ 100% എന്ന് പറയാൻ കഴിയും. മറ്റ് പല മാർഗങ്ങളും ഉണ്ടല്ലോ. അവരെ ഇക്കാര്യത്തിൽ അതിൻ്റെ സൂത്രങ്ങൾ പഠിപ്പിക്കാൻ മറ്റാരെയും അവരെ എല്ലാം ഇല്ല. ആ നിലയ്ക്ക് വളരെ വിദഗ്ധന്മാരാണ്. അത് വ്യാപകമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഇതിനോടൊപ്പം സംഘടനാ സ്വാധീനത്തോടൊപ്പം ഇതും കൂടെ ചേർത്ത് വലിയ വിജയങ്ങൾ നേടുന്നു എന്നുള്ളത് തന്നെയാണ്.